എൻ്റെ ഡിവൈസ് ലോ എൻഡാണ്, അല്ലെങ്കിൽ എന്നെക്കൊണ്ട് കോൺകറർ അടിക്കാൻ കഴിയില്ല, അതൊക്കെ വളരെയധികം ടഫാണെന്ന് ചിന്തിക്കുന്നവരാണ് നിങ്ങൾ എന്തുണ്ടെങ്കിൽ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. ഈ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. ആൻഡ് ദിസ് ഈസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ സ്പാനിയോ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെ എളുപ്പത്തിൽ കോൺകറർ അടിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് പല ചോദ്യങ്ങളുണ്ടാവും, അത് താഴെ കമൻറ്റ് ചെയ്യുക, അതിനെല്ലാം ഞാൻ റിപ്ലൈ തരാവുന്നതാണ്. എല്ലാത്തിനും തുടക്കത്തിൽ നമ്മൾ ആദ്യം തന്നെ നോക്കുന്നത് വെച്ചാൽ നമുക്കിനി കോൺകറർ അടിക്കാൻ എത്ര പോയിൻ്റ് വേണം എന്നുള്ളതാണ്. അത് നോക്കുന്ന കാര്യം എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മൾ വർക്ക്ഷോപ്പ് ഇൻവെൻട്രി ആ ഒരു ഇതിൽ ഒരു സൈഡിലായിട്ടുണ്ടാവും സീസൺ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിൽ പോയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്കിനി എത്ര പോയിൻ്റ് വേണം കോൺകറർ അടിക്കാൻ എന്നുള്ള കാര്യം. അപ്പോൾ അതൊന്ന് പോയി ചെക്ക് ചെയ്യുക, ഇനി എത്ര പോയിൻറ്റ്സ് വേണമെന്നുള്ളത് നിങ്ങൾ നോക്കുക. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ നമുക്ക് ഈ ഒരു Bgmi കളിക്കുന്ന സമയത്ത് നമുക്ക് ഗെയിമിൽ ചെറിയൊരു ഇതുണ്ടല്ലോ, 6 മണിക്കൂർ മാത്രം നമുക്ക് കളിക്കാൻ പറ്റും എന്നുള്ള ആ ഒരു ലിമിറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിനി എങ്ങനെ എളുപ്പത്തിലും ഫാസ്റ്റായിട്ട് നമുക്ക് Bgmiയിൽ കോൺകറർ അടിക്കുക എന്നുള്ള കാര്യം നോക്കാം. ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഈ ഒരു വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കണ്ടാൽ മതി. കാരണം ഇതിൽ ഓരോ സെക്കൻഡ് പോലും ഞാൻ നിങ്ങൾക്ക് ഓരോരോ ടിപ്സും കാര്യങ്ങളും പറഞ്ഞുതരും. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം വരുന്ന ചോദ്യം എന്തായിരിക്കും വെച്ചാൽ, എന്തുകൊണ്ട് നീ കോൺകറർ അടിച്ചില്ല എന്നുള്ളതായിരിക്കും. കാരണം എന്താ വെച്ചാൽ ഞാൻ എന്താ വിചാരിക്കുന്നത് വെച്ചാൽ അടുത്ത സീസണിലൊരു ലൈവ് ഇട്ടിട്ട് തുടങ്ങിയിട്ടൊരു കോൺകറർ പുഷാണ് റാങ്ക് പുഷിങ്ങാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ വെറുതെ നമ്മളെ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ കളിക്കുന്നത്. അതുപോലെ തന്നെ എനിക്കൊരു സ്കോഡിനെ സെറ്റായിട്ടില്ല, സ്കോഡ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇനി ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾ ലാഗ് അടിപ്പിക്കില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അതിന് നിങ്ങൾ നിൽക്കുന്നത് എയ്സ് ആണോ, അല്ലെങ്കിൽ പ്ലാറ്റിനാണോ, ബ്രോൺസ് ആണോ, ഗോൾഡ് ആണോ, ഏതാണെന്നുള്ളത് നിങ്ങളൊന്ന് ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. എന്നാൽ ഞാൻ എത്ര പോയിൻ്റ് നിങ്ങൾക്ക് എത്ര ഫാസ്റ്റിലാക്കുക എന്നുള്ളതൊക്കെ നമുക്ക് ഞാൻ കമൻറ്റിലൂടെ പറയാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ എന്ന് വെച്ചാൽ, നമ്മൾ ഈ എറാങ്കിൾ മാപ്പ് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ലോങ് ആയിട്ടുള്ള മാപ്പ് എറാങ്കിളാണല്ലോ. എറാങ്കിൾ കളിക്കുകയെന്നുണ്ടെങ്കിൽ ഏകദേശം അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 40 മിനിറ്റ് വരെയാണ് എറാങ്കിൾ മാപ്പ് ലാസ്റ്റ് സോണ് വരെ, ലാസ്റ്റ് ചിക്കൻ ഡിന്നർ അടിക്കണ വരെയുള്ള ടൈം ഞാൻ എൻ്റെ ഒരു ഊഹം വെച്ച് പറയുകയാണ്. ഏകദേശം അരമണിക്കൂറൊക്കെ തന്നെ ഉണ്ട്. ആ ഒരു ഇത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 12-11 കളി കളിക്കാം. അങ്ങനെ 12-11 കളി കളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 36+ വെച്ച് കിട്ടും. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 360+ ആണ് 10 കളി കളിച്ചാൽ കിട്ടുക. അപ്പോൾ നമുക്ക് ഏകദേശം ഇപ്പോൾ ഒരു ചിലവർക്കൊക്കെ ഒരു 1000-2700 ഉണ്ടാവും ഇത് എത്താണ്ടാവുക. ചിലവർക്ക് വളരെ അധികം അടുത്തായിരിക്കും, ചിലർക്ക് നല്ല ഇതുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്തായാലും ചെയ്യേണ്ടത് വെച്ചാൽ നുസ മാപ്പ്, അതാണ് ഏറ്റവും ഷോർട്ടായിട്ടുള്ള മാപ്പ്. അത് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 10-16+ കിട്ടും. അതിൻ്റെ കൂടെ കൂടെ കില്ല് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 4-3+ അധികം കിട്ടും. അതുകൊണ്ട് നമുക്ക് 20+ വരെ കിട്ടും. എന്നാൽ ഷോർട്ട് ഒരു 6 മിനിറ്റ് 7 മിനിറ്റിൻ്റെ ഉള്ളിൽ, അല്ലെങ്കിൽ ഏറി വന്നൊരു 10 മിനിറ്റ് നിങ്ങൾ കണക്ക് കൂട്ടിക്കോ. 10 മിനിറ്റ് നമുക്ക് സുഖമായിട്ട് നമുക്ക് ഒരു ഡെയിലി നമുക്കൊരു 400-500 പോയിൻ്റ് നമുക്ക് അതിൽ നിന്ന് വിന്നർ അടിച്ചാൽ കിട്ടും. അല്ല നമുക്ക് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 300 പോയിൻ്റ് നമുക്ക് ന്യൂസ മാപ്പ് നിന്ന് കിട്ടും. പിന്നെ നമ്മളെ ലിവിക്ക് മാപ്പ് കളിച്ചാലും കിട്ടും. ലാസ്റ്റ് സോൺ വരെ സർവൈവ് ചെയ്താലൊക്കെ നമുക്കൊരു 15 16 അല്ലെങ്കിൽ 12. പിന്നെ പെട്ടെന്ന് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് മൈനസ് അടിക്കും. പിന്നെ നമുക്ക് ഫസ്റ്റ് കളി കളിക്കുകയാണെന്നുണ്ടെങ്കിൽ മൈനസ് അടിക്കില്ല, എല്ലാവർക്കും അറിയണ കാര്യമായിരിക്കും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കാം. അതേപോലെ തന്നെ നിങ്ങൾ പരമാവധി സർവൈവ് ചെയ്യാൻ നോക്കുക. ഒരിക്കലും കോമ്പാക്റ്റ് നമ്മൾ അങ്ങോട്ട് പോയി എടുക്കരുത്, ഇങ്ങോട്ട് വരികയാണെങ്കിൽ മാത്രം കോമ്പാക്റ്റ് എടുക്കാൻ ശ്രമിക്കുക. കാരണം എന്താ വെച്ചാൽ നമ്മൾ കോൺകറർ അടിക്കാനുള്ള എന്നുള്ള ഒരു ബോധത്തോടെ വേണം കേട്ടോ കളിക്കാനും. കാരണം എന്താ വെച്ചാൽ നമ്മൾ വെറുതെ അങ്ങോട്ട് പോയി ചെന്ന് കഴിഞ്ഞാൽ ഇല്ലതും കൂടി പോകും, മൈനസ് അടിക്കും. ആ ആവശ്യം നമുക്കിപ്പോൾ കോൺകറർ അടിച്ചു. അപ്പോൾ ചിലരൊക്കെ പറഞ്ഞ് നിങ്ങളെ താഴ്ത്തി പറയും മറ്റേ ഓനിപ്പോൾ സ്നേക്കായിട്ട് അല്ലെങ്കിൽ പാമ്പായിട്ടാണ്, അല്ലെങ്കിൽ ഓന് പാത്തുമായി ഒളിച്ച് കളിച്ചിട്ടൊക്കെയാണ് കോൺകറർ അടിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഓലത്ത് പറയണം നിങ്ങൾക്ക് കോൺകറർ എന്നുള്ള ടൈറ്റിലുണ്ടോ എന്നുള്ളത്. ഓക്കെ, ഓല് കോൺകറർ അടിച്ചിരിക്കണമെന്നുള്ളത് നിങ്ങൾ ചോദിക്കണം. എന്തായാലും നമ്മൾ ആ ഒരു പൊസിഷനിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹാർഡ് വർക്ക് എന്താണെന്നുള്ളത് ആ ഒരു കോൺകറർ പൊസിഷനിലേക്ക് എത്തിയ ആൾക്ക് മനസ്സിലാവും. നിങ്ങളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ നേരെ കളിക്കുക, നേരെ നമ്മളെ മനസ്സിൽ കോൺകറർ എന്നുള്ള ടൈറ്റിൽ മാത്രം ഉദ്ദേശം വേണം. വേറൊരു കാര്യം പറയാനുള്ള വെച്ചാൽ അത് വിചാരിച്ചിട്ട് നിങ്ങൾ 6 മണിക്കൂർ കുത്തിയിരുന്ന് പബ്ജിയിൽ എങ്ങനെ അല്ലെങ്കിൽ Bgmiയിൽ എങ്ങനെ എനിക്ക് കോൺകറർ അടിക്കുക എന്നുള്ള ഫുള്ള് ചിന്ത കൊടുത്ത് ഡെയിലി മുഴുവൻ പബ്ജിയിലാവരുത്. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ഭക്ഷണം കഴിക്കാതിരുന്നാലോ അല്ലെങ്കിൽ നിങ്ങൾ മൈൻഡ് ശരിയാവാതിരുന്നാലോ നിങ്ങൾ എന്തിനെ കാട്ടിയിട്ടും കാര്യമില്ല. നിങ്ങൾക്ക് ഒരിക്കലും Bgmiയിലോ അല്ലെങ്കിൽ പബ്ജിയിലോ കോൺകററോ നല്ല ഒരു പ്ലാറ്റിനം പോലും എത്താൻ കഴിയില്ല. കാരണം എന്താ വെച്ചാൽ നമ്മളെ മൈൻഡ് ശരിയല്ലെങ്കിൽ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവില്ല. മൈൻഡ് എന്ന് പറയുന്നത് തന്നെ നമ്മളെ വെൽത്ത് എന്ന് പറയുന്നത് ഹെൽത്താണ്. നമ്മൾ ഫുഡ് കഴിച്ചാലുള്ളൂ നമുക്ക് അതിനനുസരിച്ചുള്ള മൈൻഡ് വർക്ക് ചെയ്യുക. അതൊക്കെ നമ്മളെ ബയോളജിയും കാര്യങ്ങളൊന്നും ഞാൻ ഇവിടെ പറഞ്ഞു തരുന്നില്ല. നിങ്ങൾക്ക് നേരെ നമ്മൾ കാര്യം മനസ്സിലാക്കി തരാം. നിങ്ങൾ
ഫുഡ് കഴിക്കണം, സമയത്തിന് ഫുഡ് കഴിക്കണം. അതേപോലെ തന്നെ നിങ്ങൾ നല്ല കോൺഫിഡൻസ് കൊടുക്കുന്ന PUBG കളിക്കണം, അല്ലെങ്കിൽ BGMI കളിക്കണം. അത് നോട്ട് ദ പോയിന്റ്, ഒരിക്കലും മറക്കാൻ പാടില്ല. പിന്നെ കാര്യം പറയാമെന്ന് വെച്ചാൽ നിങ്ങൾ ഒരിക്കലും ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഞാൻ കുറേ ആൾക്കാരെ കണ്ടിട്ട് ലെവൽ 3 ബാഗ് എടുക്കുന്നിട്ട് നിറച്ച് കുത്തി ഫുള്ളാക്കിയിട്ടുണ്ടാവും വെറുതെ ആവശ്യമില്ലാതെ. നിങ്ങൾ മെയിനായിട്ട് നമ്മൾ സർവൈവ് ചെയ്ത് കളിക്കുന്ന സമയത്ത് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ സ്മോക്ക് നല്ല കളക്ട് ചെയ്ത് വെക്കണം. അതേപോലെ തന്നെ ഗ്രനേഡ് കയ്യിൽ വേണം. പിന്നെ അതേപോലെ തന്നെ മെഡിക്കിറ്റും കാര്യങ്ങളും എന്തായാലും കയ്യിൽ വേണം. നമ്മളത് ഒരു ലോങ് റേഞ്ചും ഒരു മിഡ് റേഞ്ച്, അതായത് നമ്മളെ M416 M4016 പോലത്തെ ഗൺസൊക്കെ കാര്യങ്ങളെല്ലാം കയ്യിൽ വേണം. കാരണം എന്താ വെച്ചാൽ നമുക്ക് ലോങ് റേഞ്ചിൽ നിന്ന് പൊട്ടിക്കാൻ നമുക്ക് വേണം. അതേപോലെ തന്നെ മിഡ് റേഞ്ചിൽ നമ്മൾ ഷോർട്ട് റേഞ്ച് ഒരിക്കലും പോകരുത്. ഷോർട്ട് റേഞ്ച് പോയി കഴിഞ്ഞാൽ പണി കിട്ടും. നമ്മളെ ഷോർട്ട് ഗണ്ണൊക്കെ ആരെങ്കിലും DBS ഒക്കെ എടുത്ത് വന്നവരുടെ അടി കിട്ടിയാൽ മതി, നമ്മൾ തേഞ്ഞൊട്ടും. പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ ഏതിലാണ് നിങ്ങൾ കോൺകർ പുഷ് ചെയ്യാമെന്നുള്ളത് നിങ്ങൾ ആദ്യം വെച്ചിട്ട് ഡുവോ ആണോ സ്ക്വാഡാണോ സോളോ ആണോ എന്ന്. ഞാൻ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യുക സ്ക്വാഡ് മാത്രം കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഡുവോയിലും സോളോയിലൊക്കെ കൂടുതൽ ഹാക്കേഴ്സ് അതേപോലെ തന്നെ പാമ്പുകളൊക്കെ കൂടുതലായിരിക്കും. നമ്മൾ വെറുതെ നമ്മളെ മൈനസ് അടിക്കുക എന്നുള്ളത്, വേറെ കൂടുതൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രത്തോളം സ്കില്ലും കാര്യങ്ങളും വേണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, സ്ക്വാഡ് എടുക്കുക. സ്ക്വാഡ് എടുക്കുന്ന സമയത്ത് നമുക്കൊരു അടി കിട്ടിയാൽ പോലും നമ്മളെ റിവൈവ് ചെയ്യാൻ ആൾക്കാരുണ്ട്, നമുക്ക് പറഞ്ഞ് കളിപ്പിക്കാൻ ആൾക്കാരുണ്ട്. പിന്നെ നമുക്ക് പ്രോപ്പറായിട്ടുള്ളൊരു സ്ക്വാഡ് എന്തായാലും വേണം. നിങ്ങളെന്നും വിളിച്ചാൽ വരുന്ന ഒരു സ്ക്വാഡ്, നിങ്ങൾ അത്രക്കും ബെസ്റ്റ് ഫ്രണ്ട്സിനെ നിങ്ങളൊരു സ്ക്വാഡാക്കി നിർത്തണം. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മളൊരു 2 ദിവസം കളിച്ചു, നമ്മൾ അടിപൊളിയായി കളിച്ചു, ഡിന്നർ അടിച്ചു, അത്യാവശ്യം നല്ല പോയിൻറ്റും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. പെട്ടെന്ന് പോകാൻ പറയണം, എടാ എനിക്കൊന്ന് കളിക്കാൻ പറ്റില്ല എന്ന് പറയാനും വിചാരിച്ചോ. അപ്പോൾ എന്താ പറ്റുക, ഇന്ന് വേണ്ട, ഇനിയിപ്പോൾ നാളെ ആവാം, ആ ഒരു മൈൻഡ് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞു. ആ ഒരു സീസണിൽ എന്തായാലും അടിക്കില്ല. ഈ ഒരേ മൈൻഡ് സെറ്റിൽ വേണം പോവാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കോൺകറർ ഒരിക്കലും അടിക്കാൻ പറ്റില്ല. പിന്നെ നിങ്ങൾക്ക് പ്രത്യേകിച്ചൊരു കാര്യം പറയാനുള്ളത് വെച്ചാൽ നിങ്ങൾ ഈ ഒരു കോമ്പാക്റ്റിൽ ലാസ്റ്റത്തെ സോണിൽ എന്തായാലും നമ്മൾ കോമ്പാക്റ്റ് എടുക്കേണ്ടി വരും. ആ സ്ഥലത്ത് നമ്മൾ ഗില്ലി സൂട്ട് കിട്ടുകയെന്നുണ്ടെങ്കിൽ ഇട്ട് കടന്നോ നിരങ്ങിക്കോ, വേറൊരു വഴിയില്ല. നമ്മൾ നേരെ കളിച്ചിട്ട് കോൺകർ അടിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ടഫാണ്. നമുക്ക് സ്കില്ലുണ്ടെങ്കിൽ നമുക്ക് പറ്റും, അല്ലെങ്കിൽ നമ്മൾ സ്നേക്ക് ആവണം, ക്യാമ്പ് ചെയ്യണം, ഫുൾ നമ്മൾ സെറ്റാക്കണം. അതേപോലെ തന്നെ ഞങ്ങൾ ലാസ്റ്റ് സോണാകുമ്പോൾ എന്ത് ചെയ്യുകയെന്നറിയോ, നമ്മൾ സ്മോക്ക് എടുത്തിട്ട് നമുക്ക് കുറച്ച് ദൂരമുള്ളൊരു സ്ഥലത്തേക്ക് സ്മോക്ക് ഇടാം. അപ്പോൾ എനിമിയുടെ ഫുള്ള് ശ്രദ്ധ ആ സ്മോക്കിലായിരിക്കും. ആ സ്മോക്കിലിരിക്കുന്ന സമയത്ത് അവിടേക്ക് സ്കോപ്പ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് നിങ്ങൾ എങ്ങാനും എനിമിനെ നിങ്ങൾക്ക് ആ ഒരു പൊസിഷൻ റിവീലായി എനിമിയുടെ എന്ന് വിചാരിച്ചോ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, പൊട്ടിക്കണം. അപ്പോൾ പിന്നെ എനിമിക്ക് നല്ല ഡാമേജ് കിട്ടും. ആ ഒരു സമയത്ത് നിങ്ങൾ ഗ്രനേഡ് ത്രോ ചെയ്യണം. ഗ്രനേഡ് കയ്യിൽ വേണമെന്നുള്ള അതാണ് ഞാൻ പറഞ്ഞത്. ലാസ്റ്റ് സോണിൽ നമുക്ക് ഗ്രനേഡ് വേണം, സ്മോക്കും വേണം, അതേപോലെ തന്നെ ഒരു മിഡ് റേഞ്ച് ഗണ്ണും വേണം. നമ്മളെ ലാസ്റ്റ് സോണിൽ ലോങ് റേഞ്ച് എടുത്താൽ കുഴപ്പം എന്താ പറയുക, റീലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അടി കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഞങ്ങൾക്ക് മിഡ് റേഞ്ച് പ്രിഫർ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഡീപ്പാണ്. നമുക്ക് 47 MO വരെ നമുക്ക് അതിൽ ഇതാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് സുഖമായിട്ട് എനിമിനെ അടിച്ചിടാനൊരു 17 ബോഡി ഷോട്ട് കൊടുത്താൽ തന്നെ എനിമിൻ്റെ ഒരു മുക്കാഭാഗം ലൈഫും കാര്യങ്ങളെല്ലാം തീരും. അപ്പോൾ ഈ ഒരു ഐഡിയ വെച്ച് നിങ്ങൾ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പായിട്ട് കോൺകർ അടിക്കാൻ പറ്റും. ഇനി ആർക്കെങ്കിലും കോൺകർ അടിക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യും. ഞാൻ ഈ വീഡിയോ അപ്പം തന്നെ ഡിലീറ്റ് ചെയ്യണമായിരിക്കും. അത് വെച്ചിട്ട് വെറുതെ വന്നിട്ട് കോൺകർ അടിക്കാൻ പറ്റില്ല എന്ന് പറയരുത്. ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടതിന് ശേഷം ആവണം. ഇനി പറയാൻ പോകുന്ന കാര്യം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ഒന്നാമത്തെ കാര്യം, നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണണം മച്ചാനെ ദയവ് ഇത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം അത്രയും വായിട്ട് അലച്ച് നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ പോയാൽ അതൊരു മോശമായ കാര്യമല്ലേ. വേറൊരു കാര്യം പറയാമെന്ന് വെച്ചാൽ ഞാൻ പുതിയൊരു ക്ലാന് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ എല്ലാവരെയും ക്ഷണിക്കുന്നുണ്ട്. ക്ലാൻ്റെ പേര് ചെകുത്താൻമാർ, വേറൊരു പേരും കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ വെറുതെ ഒരു പേരിട്ടാണ്. ഇത് മാറ്റണം നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. നമുക്കൊരു കിഡിലെ നെയിം ഇട്ട് നമ്മൾ എന്തായാലും മാറ്റണമായിരിക്കും. അതേപോലെ തന്നെ നമ്മളെ MR.SPANIOൻ്റെ ഫസ്റ്റ് നമ്മളെ ക്ലാനിൻ്റെ ഒരു ഷോർട്ടായിട്ടുള്ള നെയിമും ഉണ്ടാവും. അപ്പോൾ ദിസ് ഈസ് യുവർ ഫ്രണ്ട് MR.SPANIO സൈനിങ് ഓഫ്.